ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും CPM-നും ഇടയിലെ അസ്വാരസ്യങ്ങൾ ഓരോ ദിവസവും മൂർച്ഛിച്ചു വരികയാണ്. നിലവിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി പശ്ചിമ ബംഗാളിലുള്ള രാഹുൽ ഗാന്ധിയുമായി CPM നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി CPM അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസ് മേധാവിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കോൺഗ്രസിനും CPM-നുമെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുന്നതിനിടയിൽ ആണ് പുതിയ സംഭവ വികാസം. RSS-നും BJP-ക്കും അനീതിക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാകാനാണ് കോൺഗ്രസ് യാത്രയിൽ തങ്ങളും ചേർന്നതെന്നാണ് CPM പറഞ്ഞത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സുജൻ ചക്രവർത്തി, CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രഘുനാഥ്ഗഞ്ചിൽ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഹുൽ ഗാന്ധിയുമായുള്ള CPM നേതാക്കളുടെ കൂടിക്കാഴ്ച 45 മിനിറ്റാണ് നീണ്ടുനിന്നത്. CPM മുർഷിദാബാദ് ജില്ലാ സെക്രട്ടറി ജമീർ മൊല്ല, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ശതരൂപ് ഘോഷ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ RSS-നും BJP-ക്കുമെതിരെ പോരാടുകയാണ്. ഇതിനാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഞങ്ങൾ പോരാടുന്നത്. ഈ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സലീം പറഞ്ഞു. ധാരാളം ആളുകൾ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി. എന്നാൽ BJP-ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നത് ആരാണെന്നും ആരാണ് വഴിയിൽ ഇറങ്ങുന്നതെന്നും പറയാനാവില്ല. മമതാ ബാനർജി ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സലീം തുറന്നടിച്ചു. പ്രതിപക്ഷ സംഘത്തിന്റെ അജണ്ട നിയന്ത്രിക്കാൻ CPM ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടിയുമായും സലീം എത്തി. കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ്. CPM-ന് ആ അർത്ഥത്തിൽ അത്ര ശക്തിയില്ല. എന്നിട്ടും കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് CPM ആണെന്നാണ് അവർ പറയുന്നത്. രാജ്യം ഇപ്പോൾ നീതിക്കും അനീതിക്കുമിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അനീതിക്കെതിരായ ഈ പോരാട്ടത്തിൽ ചേരാനാണ് തങ്ങൾ വന്നിരിക്കുന്നത്. യഥാർത്ഥ പോരാട്ടം തൊഴിലിനും കർഷകരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടിയാണെങ്കിലും ചില പാർട്ടികൾ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഫെഡറൽ ഘടനയും മതേതരത്വവും പാർലമെന്ററി ജനാധിപത്യവും രാജ്യത്ത് തുടരുമോ എന്ന് തീരുമാനിക്കാനുള്ള പോരാട്ടത്തിന്റെ വർഷമാണ് 2024. മതേതരത്വത്തിലും ഫെഡറൽ ഘടനയിലും വിശ്വസിക്കുന്ന ഞങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരു വശത്താണ്. മറുവശത്ത് ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികളെയും അഴിമതി കേസുകളെയും BJP ഉപയോഗിക്കുകയാണെന്നും സലീം തുറന്നടിച്ചു. ഇതിനിടയിൽ മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ എത്തിയതും ശ്രദ്ധേയമായി. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി പുറത്തുവരുന്നത് ബംഗാളിൽ നിന്നാണെന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണെന്നാണ് ഗൗരവ് ഭാട്ടിയ പറഞ്ഞത്. 2021 CAG റിപ്പോർട്ട് മമതാ ബാനർജി സർക്കാർ നടത്തിയ 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക അഴിമതിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണെന്നും ഗൗരവ് ഭാട്ടിയ ചൂണ്ടിക്കാട്ടി. ഏതായാലും മമതയ്ക്കെതിരെ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും രൂക്ഷ വിമർശനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ അഴിച്ചുവിടുന്നത്.